ഇന്നലെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ച സമയത്ത് മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി റഫീഖിന് നേരെയുണ്ടായ മോശം പെരുമാറ്റം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരു തരത്തിലുള്ള ന്യായവും മമ്മൂട്ടിയുടെ ഭാഗത്തില്ല. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇത്രത്തോളം ഉയരത്തിലെത്തിയ ഒരാൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. റഫീഖ് എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആരാണ് എന്ന് മമ്മൂട്ടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 2024 ചൂരൽമല സംഭവം ഉണ്ടായപ്പോൾ ആ അർദ്ധരാത്രി മുതൽ തന്നെ അവിടുത്തെ മനുഷ്യരോട് ചേർന്ന് നിന്ന ആളാണ് റഫീഖ്. ഇന്നലെ മമ്മൂട്ടി സന്ദർശിച്ച ആ ഒരു ടൗൺഷിപ്പ്, മമ്മൂട്ടി ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ റഫീഖ് അങ്ങനെയല്ല. ആ ടൗൺഷിപ്പിന്റെ ആദ്യ കല്ല് വെക്കുന്നത് പോലെ തന്നെ റഫീഖ് അതിന്റെ കൂടെയുണ്ട്. ആക്രി പെറുക്കിയും അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും ജോലിയുടെ കൂലി മാറ്റിവെച്ചും കൊണ്ട് റഫീഖ് ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യർ നൽകിയ പണം കൊണ്ടാണ് DYFI അവിടെ 100 വീടുകൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റഫീഖ് മമ്മൂട്ടിയോടൊപ്പം ചേർന്ന് നടന്നാൽ എന്താണ് കുഴപ്പം? ഇനി റഫീഖ് ആരും ആവട്ടെ, ഞാനോ നിങ്ങളോ ആവട്ടെ മമ്മൂട്ടിയുടെ കൂടെ അവിടെ ഉള്ളത്, അങ്ങനെയാണോ മമ്മൂട്ടി പെരുമാറേണ്ടത്? മലയാളികൾ അത്രയേറെ സ്നേഹം കൊടുത്തിട്ടുള്ള മനുഷ്യനല്ലേ മമ്മൂട്ടി. അപ്പോൾ തിരിച്ച് ആ സ്നേഹം മമ്മൂട്ടി കാണിക്കേണ്ടതില്ലേ? ഇനി റഫീഖ് കൂടെ നടന്നാൽ CPM-മാർ വിളിച്ചിട്ടാണ് മമ്മൂട്ടി അവിടെ പോയതെന്ന് ധരിക്കുമെന്നാണ് അത്രേ. മമ്മൂട്ടി ഒരു CPM-കാരനായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. DYFIയുടെ വേദിയിൽ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. CPM-നോട് പല പരിപാടികളിലും ചേർന്ന് നിന്ന് മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്. അതിലെന്താണ് കുഴപ്പം? മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അങ്ങനെ കരുതിയിട്ടാണ് ഒരു മനുഷ്യനോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്? അയാൾ കൂടെ വരുന്നത് മമ്മൂട്ടിക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അതാണ് മര്യാദ, അതാണ് മാന്യത. മമ്മൂട്ടി അത് കാണിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ പോഷ് കാറിൽ വന്നിറങ്ങി കൂളിംഗ് ഗ്ലാസും വെച്ച് അവിടെ നടക്കുന്ന മമ്മൂട്ടി ഇനി വയനാട്ടിലെ ടൗൺഷിപ്പിലേക്ക് പോവില്ല. ആ ദുരന്തബാധിത മനുഷ്യരുടെ കഥ അറിയില്ല, കാര്യം അറിയില്ല. അവർക്ക് വേണ്ടി ഇനി ഒന്നും ചിലപ്പോൾ മമ്മൂട്ടി ചെയ്യലുണ്ടാവില്ല. പക്ഷെ റഫീഖ് അങ്ങനെയല്ല. റഫീഖ് അവർക്ക് ആ ദുരന്തം വന്ന സമയം മുതൽ അവരെ കൂടെയുണ്ട്. ഇനി അങ്ങോട്ടും അവരെ കൂടെ ഉണ്ടാവും. ഇനിയും ആ ടൗൺഷിപ്പിലും ആ ആളുകളുടെ അടുത്തും റഫീഖ് പോവും. ആ റഫീഖിനെ മമ്മൂട്ടി അവിടെ അപമാനിക്കാൻ പാടില്ല. അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ അവിടെ മമ്മൂട്ടിയോടൊപ്പമല്ല, മമ്മൂട്ടിയുടെ മുന്നിൽ നടക്കാൻ എല്ലാ അവകാശങ്ങളുള്ള ആളാണ് റഫീഖ്. റഫീഖ് DYFI എന്ന സംഘടനയുടെ നേതാവാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവരൊക്കെ ആ ടൗൺഷിപ്പിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മമ്മൂട്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരുന്നു. ഇനി അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ല. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു പെരുമാറ്റമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ മമ്മൂട്ടി ഒരു തരത്തിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല. എന്നാൽ മമ്മൂട്ടിയുടെ പെരുമാറ്റം അങ്ങേയറ്റം മോശമായി പോയി. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പെരുമാറ്റം പൊതുവിടങ്ങളിൽ കൊണ്ടുവരാതിരിക്കാൻ മമ്മൂട്ടി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.